ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സീഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28-ന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹമാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ് ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.
25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9ാമത് ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. We have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോങ്കോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8ാമത്തെ മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് US-നെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത.
കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.